മലയാളം കാലിഗ്രാഫറാണ്. മലയാളത്തിൽ കാലിഗ്രാഫിക്ക് തീരെ പ്രചാരം കുറവായതുകൊണ്ട് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ 45 വർഷത്തോളമായി ഈ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ അക്ഷരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. പത്മരാജൻ്റെ ഒക്കെ സിനിമകളിൽ ഇതുപോലെ ടൈറ്റിലുകൾ എഴുതി വന്നു. പിന്നെ സിനിമയുടെ പേര് തന്നെ 25ഓളം സിനിമകളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഷാജിയൻ ഗരുഡൻ്റെ സൊമ്മ, നമുക്ക് പാർക്കാം പത്മരാജൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഹരികുമാറിൻ്റെ ക്ലിൻ്റ്, ഓമനത്തിങ്കൾ, കണ്ണേ മടങ്ങുക തുടങ്ങി കുറേ ചിത്രങ്ങൾ, ലെനിൻ രാജേന്ദ്രൻ്റെ ഇടവപ്പാതി, അന്യർ തുടങ്ങി കുറേ സിനിമകൾക്ക് വേണ്ടിയിട്ട് തലക്കെട്ടുകൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരുടെ ഏറ്റവും പ്രമുഖമായ കൃതികളുടെ എല്ലാം തലക്കെട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എം ജിയുടെ രണ്ടാമൂഴം, മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം, VK-ൻ്റെ അധികാരം, മാധവിക്കുട്ടിയുടെ തന്നെ മനോമി, മലയാറ്റൂരിൻ്റെ ആറാം വിരൽ, അങ്ങനെ തുടങ്ങി ധാരാളം തലക്കെട്ടുകൾ, ഏകദേശം 50,000-ഓളം തലക്കെട്ടുകൾ എഴുതിയിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഈ പേപ്പർ വരുന്നത് വളരെ താമസിച്ചാണ്. അപ്പം ആദ്യ കാലങ്ങളിൽ നമ്മൾ ഈ താളിയോലയിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പേപ്പർ വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മാറിയപ്പോൾ നമ്മൾ ഈ അക്ഷരത്തിൻ്റെ രൂപഭംഗിയേക്കാൾ അതിൻ്റെ ഉള്ളടക്കത്തിലാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അക്കാലത്ത് നല്ല കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുള്ളത്. മറ്റ് ഭാഷയിൽ കൃതികളില്ല എന്നല്ല, അവർ കൃതികൾക്കൊപ്പം തന്നെ ആ അക്ഷരത്തിൻ്റെ ഭംഗിയും ശ്രദ്ധിച്ചു. ചിത്രകലാകാർ പലപ്പോഴും എതിർക്കാൻ സാധ്യതയുള്ള പെയിൻറ്റിങ്ങിനേക്കാളും ഒരു പടി മുന്നിലായി വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കലാരൂപമാണ് കാലിഗ്രാഫി. അങ്ങനെയുള്ള ഒരു കാലിഗ്രാഫി എന്തുകൊണ്ടോ കേരളത്തിൽ ഇല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.